ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് അരിത്തമെറ്റിക് മീൻ ഷോർട്ട് കട്ട് മെത്തേഡിൽ എങ്ങനെ ചെയ്യുമെന്ന്. ഷോർട്ട് കട്ട് മെത്തേഡിൽ ലാസ്റ്റ് ഡേയിൽ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ അരിത്തമെറ്റിക് മീൻ ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനകത്ത് നമ്മൾ ഡാറ്റാസ് ഒക്കെ ചെറിയ നമ്പേഴ്സ് ആയിരുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും ചെറുതായിരുന്നു. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഡാറ്റ തന്നിരിക്കുന്നത് വെയ്റ്റ് ഇൻ കിലോഗ്രാം ആണ് ഡാറ്റ ആയിട്ട് തന്നിരിക്കുന്നത്. ഈ ഡാറ്റാസ് എല്ലാം കുറച്ച് വലിയ നമ്പറാണ്, 65, 66 അങ്ങനെ ഇത്രയും വലിയ നമ്പറാണ്. പിന്നെ ഫ്രീക്വൻസീസ് കുഴപ്പമില്ല, 86443. ഇനി ഇതിനെ മൾട്ടിപ്ലൈ നമ്മൾ ലാസ്റ്റ് ഡേയിൽ ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ ഈ എക്സും ഇത് എക്സ് എന്ന് എടുക്കാം, എക്സും എഫും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഓരോ കേസിലും ഈ മൾട്ടിപ്ലിക്കേഷനും പിന്നെയുള്ള അഡീഷനും ഒക്കെ അത്ര ഈസി അല്ല. അപ്പോൾ ആ കേസിലാണ് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യണത്. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ വെയ്റ്റ് ഇൻ കിലോഗ്രാം എന്നുള്ളത് എക്സും പിന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അത് ഫ്രീക്വൻസി ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇനി ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് ഇവിടെ നമ്മളൊരു അസ്യൂംഡ് മീൻ എടുക്കും, ദാറ്റ് ഈസ് എ. അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഡാറ്റ എക്സിനകത്തുനിന്ന് തന്നെ ഉള്ള ഒരു ഏകദേശം ഒരു മിഡിൽ ഡാറ്റ നമുക്ക് സെലക്ട് ചെയ്യാം, അതായിരിക്കും ഏറ്റവും ഈസി. അതിനെയാണ് നമ്മൾ അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞത്. അതിനെ നമ്മൾ എ എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ 67 ആണ് ഈ കേസിലെ നമ്മളുടെ അസ്യൂംഡ് മീൻ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് കോളത്തിൽ നമ്മളുടെ എക്സ് ഡാറ്റ എഴുതി, ദാറ്റ് ഈസ് എക്സ് ആണ് ഇൻ ഫസ്റ്റ് കോളം. സെക്കൻഡ് കോളത്തിൽ ഫ്രീക്വൻസി എഴുതി. ഓക്കെ, നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ ചെയ്യാൻ പോണത് ഈ അസ്യൂംഡ് മീനും നമ്മളുടെ ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇവിടുത്തെ ഫസ്റ്റ് ഡാറ്റ 65 ആയിരുന്നു, 65ഉം അസ്യൂംഡ് ഡാറ്റ 67. അപ്പോൾ 65 മൈനസ് 67 ദാറ്റ് ഈസ് -2. അപ്പം ഡി എന്ന് പറഞ്ഞാൽ ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ. ഇവിടുത്തെ എ 67 ആയിരുന്നു, അതുകൊണ്ട് ഓരോ ഡാറ്റയ്ക്കകത്തുനിന്നും 67 സബ്ട്രാക്ട് ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഈ കോളം കുറച്ച് ചെറിയ നമ്പേഴ്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ 65, 66 ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഇനി നമ്മൾ ഈ ഡി ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. എഫും എക്സും മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എഫും ഈ ഡിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഡി എന്ന് പറഞ്ഞതെല്ലാം ചെറിയ നമ്പേഴ്സായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഡി എടുക്കാനായിട്ട് എക്സ് മൈനസ് എ ഓരോ പ്രാവശ്യവും ഈ തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നമ്മളുടെ 67 സബ്ട്രാക്ട് ചെയ്തു. ഫസ്റ്റ് 65 മൈനസ് 67 ദാറ്റ് ഈസ് -2. നെക്സ്റ്റ് ഡാറ്റ 66, 66 മൈനസ് 67 -1. ദെൻ 67 മൈനസ് 67 0. ദെൻ 68 മൈനസ് 67 1. ദെൻ 69 മൈനസ് 67 2. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡി. ഇനി നമ്മൾ നെക്സ്റ്റ് കോളത്തിൽ ചെയ്യാൻ പോണത് എഫ് ഡി, അതായത് ഈ എഫും ഫ്രീക്വൻസിയും ഈ ഡിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ 8 ടൈംസ് -2 -16, 6 ടൈംസ് -1 -6, 4 ടൈംസ് 0 0, 4 ടൈംസ് 1 4, 3 ടൈംസ് 2 6. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്ത് സിഗ്മ എഫ് എക്സ് ചെയ്തു. ഇവിടെ നമ്മൾ സിഗ്മ എഫ് ഡി, അതായത് ഈ ലാസ്റ്റ് കോളത്തിൻ്റെ ടോട്ടൽ ചെയ്യണം, അതുപോലെ ഫ്രീക്വൻസിയുടെ ടോട്ടലും ചെയ്യണം. അപ്പോൾ സിഗ്മ എഫും സിഗ്മ എഫ് ഡിയും കാണും. ഇവിടെ നമ്മൾ ചെയ്യുമ്പം 2 നെഗറ്റീവ് നമ്പേഴ്സും 2 പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും സെപ്പറേറ്റ്ലി ആഡ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ ടോട്ടൽ എടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു -6ഉം +6ഉം ഉണ്ട്. അത് രണ്ടും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, കാരണം -6 ആൻഡ് +6 ആഡ് ചെയ്യുമ്പോൾ 0 വരും. പിന്നെ -16 ആൻഡ് 4, +4ഉം -16ഉം കൂടെ ആഡ് ചെയ്യുമ്പം സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ടു, ദാറ്റ് ഈസ് -12. 16ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്തു, 12 നെഗറ്റീവ് സൈൻ കൊടുത്തപ്പോൾ വലിയ നമ്പർ 16 ആയിരുന്നു. 16ൻ്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് -12. അപ്പോൾ സിഗ്മ എഫ് ഡി എന്ന് പറഞ്ഞത് -12 വന്നു. ഇനി സിഗ്മ എഫ് ഈ ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം നമുക്ക് 8 + 6 14, 14 + 4 18, 18 + 4 22, 22 + 3 25. അപ്പം സിഗ്മ എഫ് 25ഉം കിട്ടി. ഇനി എന്താ നമ്മൾ ചെയ്യണത്? നമ്മളുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യും. അപ്പം ഫോർമുല നമ്മൾ പഠിക്കണം. ഇവിടെ അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ കാണാനുള്ള ഫോർമുല എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ സിഗ്മ എഫ്. എ എന്ന് പറയുന്നത് നമ്മളുടെ അസ്യൂംഡ് മീൻ. നമ്മൾ ആദ്യം മീനായിട്ട് നമ്മൾ അസ്യൂം ചെയ്തിരുന്ന വാല്യൂ 67 ആണ്. ആ 67 പ്ലസ് സിഗ്മ എഫ് ഡി ബൈ സിഗ്മ എഫ്. അപ്പം ഈ ഫോർമുല പഠിച്ചു വയ്ക്കണം. എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ സിഗ്മ എഫ്. ഹിയർ എ ഈ 67, സോ 67 പ്ലസ് സിഗ്മ എഫ് ഡി എന്ന് പറഞ്ഞാൽ -12.
divided by sigma f 25. Negative 12 by 25. Negative 12 by 25 എന്ന് പറഞ്ഞാൽ 12 by 25 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡെസിമൽ വാല്യൂ ആയിട്ട് കിട്ടുന്നത് 0.48. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് 67 മൈനസ് 0.48 ചെയ്യുമ്പോൾ നമുക്ക് 66.52 എന്നുള്ളതാണ് അരിത്തമെറ്റിക് മീൻ ആയിട്ട് കിട്ടുന്നത്. നമ്മൾ അസ്യൂം ചെയ്ത് 67 ആയിരുന്നു. ഏതാണ്ട് അതിനടുത്തുള്ള വാല്യൂ തന്നെയായിരിക്കും നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്നത്. ഇവിടെ നമുക്ക് 66.52. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതാണ് നമ്മളുടെ ഷോർട്ട് കട്ട് മെത്തേഡ്. ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണത് ഈ എക്സ് വലിയ നമ്പർ ആയതുകൊണ്ട് അതിനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ആ ഡിഫിക്കൽറ്റി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഡി ഒരു ചെറിയ വാല്യൂ ആക്കി മാറ്റി അത് എക്സും എയും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡി എല്ലാം ചെറിയ നമ്പേഴ്സ് ആയിട്ട് വന്നു. അപ്പോൾ എഫും ഡിയും മൾട്ടിപ്ലൈ ചെയ്തു, ആ കോളവും എഫിൻ്റെ കോളവും കൂടെ ആഡ് ചെയ്തു, എന്നിട്ട് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്തു. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു ഷോർട്ട് കട്ട് മെത്തേഡ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത മെത്തേഡ് പഠിക്കും, ദാറ്റ് ഈസ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഓക്കെ.